ഒരു ഇമോഷണലി നമ്മളെ ഒരു എല്ലാം പറയുന്നൊരു നല്ല പടം. സിനിമ ഞാനിത് കണ്ട ഇതാണ് മറ്റേ നമ്മുടെ സൈജിച്ചേൻ്റെ പടമാണ്. നല്ല പടം. കരിയറിലെ നല്ല സിനിമയാണ്. അതുപോലെ തന്നെ സായികുമാർ ഏട്ടൻ, നല്ല പഴയ സായികുമാർ ഏട്ടൻ നമുക്ക് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഒരു സത്യനന്ദിക്കാട് സിനിമ ചെയ്ത ഫീലാണ് ഈ സിനിമയ്ക്ക്. ഇത് ഈ വിവാദങ്ങളിൽ മുങ്ങിപ്പോകരുതെന്ന് ഞാൻ പറയുകയാണ്. വിവാദങ്ങളൊക്കെ കെട്ടടയും. കാരണം കേസുകളൊക്കെ അത് നമുക്കറിയാം. മലയാള സിനിമ ഒരിക്കലും നശിച്ചു പോകില്ല, പ്രസ്ഥാനം തിരിച്ചു വരും. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ഈ സിനിമ കണ്ട്, കോമഡി അല്ല, ഫാമിലി സിനിമയാണ്, ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഡയറക്ഷൻ എടുത്ത് നമ്മൾ പറയണം. കാരണം ഒരുപാട് ഫ്രെയിമുകൾ കാണിച്ച് നമ്മളെ അങ്ങനെ കൊണ്ടുപോകുള്ള നല്ല ഇതിൻ്റെ വിലപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. നല്ല ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ നമ്മൾ കണ്ട് തന്നെ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മെയിൻ. ഈ പടം ഈ സിനിമ അടിപൊളി, ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ എന്ത് തോന്നി കണ്ടിട്ട്? ഡയറക്ടർ അമ്മ ഞാൻ പിന്നെ കുറച്ച് അടിപൊളി. നല്ല പടം, നല്ല ഫാമിലി, നല്ല ഫണ്ണും പരിപാടിയൊക്കെ നല്ല രസമുണ്ട്. ഭയങ്കര എൻ്റർടൈനറാണ്. അടിപൊളി. എന്തൊരു ഒരു സത്യനന്ദിക്കാടിന്റെ സിനിമ പോലത്തെ ഫീൽ അങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു ഫണ്ണായിട്ട് ആ ഒരു മൂണും എല്ലാം കൂടി ഉണ്ടായിട്ട് നല്ല അടിപൊളിയാണ്. എന്തായാലും മിസ് ചെയ്യരുത്. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ അതെ. സിനിമ അടിപൊളി, സൂപ്പർ. എല്ലാവർക്കും ഫാമിലിയായിട്ട് വന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. കണ്ടിട്ടും തോന്നി സൂപ്പർ, നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം? അല്ല, ഇതിൻ്റെ സ്റ്റോറിയും മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. എല്ലാം സൂപ്പർ, അടിപൊളി നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ആദ്യത്തെ ഷോ ഒന്ന് കാണാനും പറ്റി. സിനിമ നല്ല സൂപ്പറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് പറ്റിയൊരു പടമാണ്. ഇന്നത്തെ ഇടി കുത്തൊന്നുമില്ലെങ്കിലും കൂടിയിട്ട് നല്ല ചിരിച്ച് രസിച്ച് പോകാൻ പറ്റിയ ഒരു സിനിമയാണ്. നേതാക്കളുടെ പെർഫോമൻസ് ഒക്കെ, സൈജുകുറുപ്പ് സൂപ്പറായിട്ടുണ്ടല്ലോ. പിന്നെ കലാരഞ്ജിനി ആയാലും, പിന്നെ മറ്റേ സെക്കൻഡ് വൈഫ് എന്താണ് ശ്രീജ രവി, അവരെല്ലാം വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരെയും എനിക്ക് നല്ല അഭിപ്രായമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. സിനിമ കാണാൻ ഫാമിലി അതാ പറഞ്ഞത്, ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് ശരിക്കും. നല്ല ഏത് ഫാമിലി, ഇന്നത്തെ കാലത്ത് ഒരു 10 വീട്ടിൽ 2 ഇങ്ങനെ ഉണ്ടെന്നുള്ള എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളത്. ഏത് വീട്ടിൽ നിന്ന് നോക്കിയാലും 10 വീട്ടിൽ ഇങ്ങനെ 2 ഉണ്ടാവും എന്നുള്ളതാണ് അഭിപ്രായം. അപ്പം നന്നായിട്ടുണ്ട്, പടം നന്നായിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. പടം ഭരതനാട്യം അത് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ആ ഒരു തുടക്കം തുടങ്ങിയ അവസാനം വരെ നമുക്ക് ലാഗടിക്കാണ്ടിരുന്ന് കാണാവുന്ന ഒരു പടം. അതായത് പയ്യെ തുടങ്ങുന്ന ഒരു പടം കോമഡിയും കൊണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇതായിട്ട് തോന്നി. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സൈജ് കുറുപ്പായാലും എനിക്ക് എല്ലാവരും പേര് ഞാൻ എടുത്തു പറയില്ല. ഇതിൽ എനിക്ക് ഒരു ടിൻസായിട്ട് 2 പേര് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യനന്ദിക്കാട് ഫീൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ്. അതെ, പണ്ട് കാലത്തെ ഒരു കോമഡി പടങ്ങൾ അതിനൊക്കെ കിട്ടുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു ഇതായിട്ട് തോന്നി എനിക്ക്. എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു സിനിമ എത്ര നന്നാവുന്നു? ഇല്ല, ഞാൻ കുറച്ചും കൂടി കോമഡി കാര്യങ്ങൾ, അതായത് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ സൈജു കുറുപ്പിൻ്റെ എല്ലാ പടങ്ങളിലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഇത് തന്നെ ഇതിലും കിട്ടിയിട്ടുണ്ട്. ഈ സൈജു കുറുപ്പിനെ പൊതുവെ ഈ ദാരിദ്ര്യം സ്റ്റാർ എന്ന് പറഞ്ഞ കളിയാക്കി വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അല്ല, പുള്ളിയുടെ എല്ലാ ഇതുപോലെ തന്നെയുള്ളൊരു കഥാപാത്രമായിട്ട് വരും ഇത്. പക്ഷേ അതിലൊരു പുതുമ ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം പുതുമയല്ല, എന്താ പറയുക, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും, അത് ഉറപ്പാണ്. അടിപൊളിയായിരുന്നു, നല്ല അഭിപ്രായം, നല്ലായിരുന്നു. ഇമോഷനും അതുപോലെ തന്നെ എന്റർടൈനിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. താങ്ക് യു.